ജനുവരി 1 മുതൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പേപ്പറിൽ എഴുതിയ അപേക്ഷകളുമായി നമുക്ക് പോകേണ്ടി വരില്ല. കാരണം ഈ സ്ഥാപനങ്ങളിൽ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിൽ നമുക്കിനി ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയൂ. ഓൺലൈനായി മാത്രമേ ഇനി പണം അടയ്ക്കാനും കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഏകദേശം 8ൽ പരം വിഷയങ്ങൾക്ക് നമുക്കിനി ഈ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. അതെല്ലാം കെ സ്മാർട്ട് എന്ന് പറഞ്ഞ് നടപ്പാക്കിയിട്ടുള്ള പുതിയ പദ്ധതി പ്രകാരം ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകൾ, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജനങ്ങളുടെ പരാതി പരിഹാരം സംബന്ധിച്ച വിഷയങ്ങൾ, വ്യാപാരി വ്യവസായി ലൈസൻസുകൾ, വസ്തുനികുതി, അതേപോലെ യൂസർ മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഫിനാൻസ് മൊഡ്യൂൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇനി ഓൺലൈനായി നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ടും ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ നൽകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ 20ഓളം സോഫ്റ്റ്വെയറുകൾ നിലവിലുണ്ട്. കെട്ടിട നിർമ്മാണ അനുമതിക്കുൾപ്പെടെ ഈ സോഫ്റ്റ്വെയറുകൾ വഴിയാണ് നമുക്ക് അപേക്ഷ നൽകേണ്ടിയിരുന്നത്. പക്ഷേ ഇതിന് വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളാണ് നിലവിലുണ്ടായിരുന്നത്. സഞ്ചിത, അതുപോലെ സുരേഖ തുടങ്ങിയ പലതരം വെബ്സൈറ്റുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരൊറ്റ വെബ്സൈറ്റായി വരികയാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കെ സ്മാർട്ട്. ഈ കെ സ്മാർട്ട് എന്നത് നിലവിൽ വരുമ്പോൾ ഈ ഓൺലൈൻ വഴി ഈ സൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അപേക്ഷകളും ഈ പ്ലാറ്റ്ഫോം വഴി തന്നെ നൽകാൻ കഴിയും. അങ്ങനെ നമ്മൾ നൽകി കഴിയുകയാണെങ്കിൽ ഈ സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, നിങ്ങളുടെ അപേക്ഷയ്ക്കുള്ള മറുപടികളും നിങ്ങൾക്ക് SMS ആയും വാട്സാപ്പ് മുഖേനയും ലഭിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 1 മാസത്തോളം ഇതിനു വേണ്ടി സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഉണ്ടാകും. 2ാം ഘട്ടമായി മാത്രമേ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇത് നടപ്പാക്കുകയുള്ളൂ. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ഗുണപ്രദമായ ഒരു കാര്യം ആണ് എന്നുള്ളതിൽ സംശയം ഇല്ല എന്ന് പറയേണ്ടതുണ്ട്. ഇത് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് ഓൺലൈൻ വഴി നൽകാൻ കഴിയാത്ത ആളുകൾ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളും മൊബൈലിൽ ഡേറ്റ കൂടുതൽ ഇല്ലാത്ത ആളുകളുമൊക്കെ ഈ സേവനം ലഭിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലും കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കുകളിലും ഫീസ് അടച്ചു മാത്രമേ ഈ സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സ്വന്തമായി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉള്ളവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അപേക്ഷകൾ നൽകാം. ഈ അപേക്ഷകൾ നൽകിക്കഴിഞ്ഞാൽ അത് നിയമവിധേയമായ അപേക്ഷകളാണെങ്കിൽ ഓൺലൈൻ വഴി തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും പെർമിഷനുകളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടി നിങ്ങൾ ഈ പോർട്ടൽ വഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണ അനുമതി ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ എടുക്കാൻ കഴിയും. ഓരോ ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ രാവും പകലുമൊന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. പക്ഷേ നിങ്ങൾ അപേക്ഷകളോടൊപ്പം നൽകേണ്ടതായ എല്ലാ രേഖകളും നൽകുകയും
ആവശ്യമായ ഫീസ് നിങ്ങൾ ഒടുക്കുകയും വേണം. അങ്ങനെ ആയാൽ മാത്രമേ ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഓർത്തിരിക്കുക. ഏതെങ്കിലും അപേക്ഷകളോടൊപ്പം നൽകേണ്ടതായ രേഖകൾ നൽകാത്ത പക്ഷം അപേക്ഷകൾ നിരസിക്കപ്പെട്ടേക്കാം. അങ്ങനെ നിരസിച്ചുകൊണ്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ SMS വഴിയോ അതേപോലെ മൊബൈൽ ആപ്പ്, വാട്സാപ്പ് എന്നിവ വഴി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി കൊടുക്കാനും പിന്നീട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ കൂടുതലായി ഉണ്ടെങ്കിൽ അത് നൽകാനും നിങ്ങൾ മറക്കാതിരിക്കുകയും വേണം. ഒരർത്ഥത്തിൽ ഇത് നമ്മുടെയൊക്കെ സമയം ലാഭിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയും ഉള്ള ഒരു നല്ല കാര്യം ആണ് എന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ ഇത്ര നാളും ഉണ്ടായിരുന്ന കടലാസ് രഹിത പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണ വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. പദ്ധതികൾ നടപ്പാക്കുകയല്ല, പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പാക്കുന്നതിനാണ് എപ്പോഴും അധികൃതർ ശ്രദ്ധ പുലർത്തേണ്ടത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ്. കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പലതരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്മാർട്ട് വരുന്നതോടുകൂടി കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കും എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. നന്ദി.